ഓംസ് ലോ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പാർട്ടും പ്രാക്ടിക്കലുമാണ് ഓംസ് ലോ. വി ഐ ഗ്രാഫാണ്. പല ടെക്സ്റ്റിനകത്തും ഐ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വി അലോങ് ദി വൈ ആക്സിസ്. തെറ്റൊന്നുമില്ല. അതിന്റെ സ്ലോപ്പ് എടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരയ്ക്കുന്നേ ഉള്ളൂ. നമ്മളിവിടെ നേരെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പോവാണ്. വി ഐ ഗ്രാഫിൽ വി അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ഐ അലോങ് ദി വൈ ആക്സിസ്. അന്നേരം നമുക്ക് വി ഐ ഗ്രാഫിൽ നമുക്ക് കൃത്യമായിട്ടും എങ്ങനെ റീഡിങ് എടുത്ത് കിട്ടുമെന്ന് നോക്കാം. അന്നേരം നമുക്ക് ഗ്രാഫിലോട്ട് കയറാം. ഇനി നമ്മൾ ഈ ഇലക്ട്രിക്കൽ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ഓംസ് ലോയുടെ ഗ്രാഫാണ്. ഓംസ് ലോ നമുക്കറിയാം വി ഉണ്ട്, ഐ ഉണ്ട്. വി ഇവിടെ എടുത്തേക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ 0.2, 0.4, 0.6, 0.8, ഐ 0.1, 0.2, 0.3, 0.4. ആർ ഇസിക്കൽ ടു വി ബൈ ഐ. നിങ്ങൾ 0.2 ഡിവൈഡ് ബൈ 0.1 ചെയ്യുമ്പോൾ എല്ലാം 2 കിട്ടി. 6 കോൺസ്റ്റന്റ് കിട്ടണം. ആർ ഇസിക്കൽ ടു 2 ആവും. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴും ഇതുപോലെ കിട്ടണം അല്ലേ? പലരും ഈ ഗ്രാഫ് വരയ്ക്കുമ്പം പല ടെക്സ്റ്റിനകത്തും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വി ഐ ഗ്രാഫിൽ ഐ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വി അലോങ് ദി വൈ ആക്സിസ് നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ ആ കറക്റ്റ് വി ഐ ഗ്രാഫ് എങ്ങനെയാണോ വി അലോങ് ദി എക്സ് ആക്സിസ്, മറ്റേ സ്ലോപ്പ് അങ്ങ് തിരിച്ച് വരയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും വരണ്ട. ഇത് കറക്റ്റായിട്ട് ഞാൻ വരച്ച് കാണിക്കാം. ഐ അലോങ് ദി വൈ ആക്സിസ് അന്നേരം വി ഐ ഗ്രാഫ് വി അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ഐ അലോങ് ദി വൈ ആക്സിസ്. ഇനി വിയുടെ വാല്യൂ നോക്കിയേ. 0.2, 0.4, 0.6, 0.8. ഞാനത് അങ്ങ് എടുക്കുകയാണ്. 0, 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8 ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഇവിടെ 0.1, 0.2, 0.3, 0.4, 0.5 വരെ എടുക്കുക. ഓക്കെ, എത്രമാത്രം റീഡിംഗ് ഉണ്ടോ അതുപോലെ എടുക്കുക. എന്നിട്ട് ഇനി നിങ്ങൾ നോക്കിയേ 0.2ന് 0.1. എന്നിട്ട് നോക്കിയേ 0.2 ഇതല്ലയോ, ഇതിൻ്റെ നേരെ കൊണ്ടുവന്ന് ഇതല്ലയോ 0.1, ഇവിടെ കൊണ്ടുവന്ന് ഒരു കുത്തിടുക, മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് 0.4ന് 0.2 ഇതല്ലയോ 0.4, നേരെ കൊണ്ടുപോവുക 0.2ൻ്റെ ഇവിടെ കുത്തിടുക. ക്ലിയർ? അടുത്തത് 0.6ന് 0.3, 0.6 നേരെ 0.3 കുത്തിടുക, കുത്തി. 0.8ന് 0.4, 0.8, 0.4 ഇങ്ങനെ 5 6 റീഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. എന്നിട്ട് ഇതും സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം എന്നാണ്. ഒറിജിനിൽ നിന്ന് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ അങ്ങ് വരയ്ക്കാം, എന്നാലും ഇങ്ങനെ മതി. ഇനി എങ്ങനെ ആ സ്ലോപ്പ് വരയ്ക്കുന്നത്? നേരത്തെ ഗ്രാഫൊക്കെ പഠിച്ചവർക്കറിയാം. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ അടുപ്പിച്ചുള്ള 3 പോയിന്റ് ചേർത്തൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുക. അത് താണ്ടേ എന്നിട്ട് ഞാൻ പേര് കൊടുക്കുകയാണ് എ ബി സി. ഇതാണ് എ ബി. ബി സി ഞാൻ ഇങ്ങോട്ടിങ്ങനെ വരയ്ക്കുക. കാരണം ഇതാണ് ബി, ഇതാണ് സി, ഇതിനിടയിൽ വരുന്നതാണ് ബി സി. ഒരു എ ബി എങ്ങനെ എടുക്കുന്നത്? ഇതാണ്ട് ഇതിൻ്റെ ഇതാണ് എ, ഇതാണ് ബി. കൃത്യമായിട്ട് എ 0.4ഉം 0.8. 0.8 മൈനസ് 0.4 എന്നിട്ട് എ ബി എന്ന് പറയുന്നത് 0.8 മൈനസ് 0.1 0.4. ഓക്കെ, ഇനി ബി സി എന്ന് പറയുന്നത് 0.4 മൈനസ് 0.2 എന്ന് പറഞ്ഞാൽ ബി സി എന്ന് പറയുന്നത് 0.2. ഇനി നമുക്ക് കിട്ടേണ്ട എന്തോ ഗ്രാഫ് എ ബി ബൈ ബി സി. അന്നേരം എ ബി ബൈ ബി സി എന്തിനാ ചെയ്യുന്നത്? എ ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? വി അല്ലേ? എ ബി എന്ന് പറയുന്നത് വി ആണ്, ബി സി എന്ന് പറയുന്നത് ഐ ആണ്. അന്നേരം വി ബൈ ഐക്ക് തുല്യമാണ്. വി ബൈ ഐ എന്ന് പറയുന്നത് 6. അന്നേരം 0.4 ഡിവൈഡ് ബൈ 0.2. നല്ല കൃത്യമായിട്ടും 2 റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം. അടിപൊളിയായിട്ട് ഗ്രാഫ് കിട്ടും. സിമ്പിൾ ഹമ്പിൾ ആയിട്ട് ഗ്രാഫ് വരയ്ക്കാം. ഇതാണ്
ഓംസ് ലോയുടെ ഗ്രാഫ്. ക്ലിയർ ആണല്ലോ, വ്യക്തമാണല്ലോ, ശക്തമാണല്ലോ? കമൻസ് ഇടുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അന്നേരം ഗ്രാഫ് വരച്ചു. നമുക്ക് കൃത്യമായിട്ടും ടാബർ കോളത്തിൽ കിട്ടിയ R=2 ഓം എന്നുള്ളത് ഗ്രാഫിൽ കൃത്യമായിട്ട് 2 ഓം എന്ന് കിട്ടി. വളരെ സിമ്പിളായിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ സ്ലോപ്പ് എടുത്ത് വരച്ചു. ഇതാണ് ഓംസ് ലോയുടെ സിമ്പിളായിട്ടുള്ള ഗ്രാഫ്. അന്നേരം ഗ്രാഫുകൾ പഠിക്കുന്നതിൻ്റെ വിഷം മാറിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻസ് ഇടുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസും പ്രയോജനപ്പെടുന്ന വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. നെവർ എവർ ഗിവ് അപ്പ്.